എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷിനോട് വിനോദ് വിളിച്ചിട്ട് ആ സത്യങ്ങളൊക്കെ പറയാണ്. ഇഷിതയുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ട് ഷോക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ നിന്നറിയാം എന്നോട് തുറന്നു പറയാനൊന്നും കൂട്ടാക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഏട്ടൻ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്ക്, അല്ലെങ്കിൽ ഏട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ ജോലികളൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറയാണ്. അങ്ങനെ വിനോദ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ആകെപ്പാട് ടെൻഷനായി. എന്തായിരിക്കും കാര്യം? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. താൻ വിളിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു. ഇനി ഒരു പക്ഷേ താൻ രചനയുടെ മുറിയിലിരുന്ന കാര്യം എങ്ങാനും ആകാശ് വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊന്നും പെട്ടെന്ന് വീഴുന്നവളല്ല ഇഷിത. അതൊന്നും കേട്ടാലൊന്നും ഇഷിതയുടെ മനസ്സിലൊന്നും സംഭവിക്കില്ല. കാരണം ഇഷിതയ്ക്ക് തന്നെ നല്ല വിശ്വാസമുണ്ട്. താൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഇഷിതയ്ക്ക് അറിയാം. പക്ഷെ ഇതൊന്നുമല്ല, വേറെന്തോ കാര്യം. ആ ഫ്ലാറ്റ് സംഭവിച്ചിരിക്കുന്ന എന്തോ കാര്യമെന്ന് പറയണേ. ഇനിയിപ്പം അമ്മയും മഞ്ജുമേച്ചയൊക്കെ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? അവർക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യമാണോ? അവരിനിയിപ്പോൾ വിനോദിനോട് പറയാതിരുന്നാണോ? ഇനി അവളോട് ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ലെന്നാ വിനോദ് പറയണേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ മഹേഷിനാകെ ടെൻഷൻ. മഹേഷ് പെട്ടെന്ന് തന്നെ ഇഷിതയെ വിളിക്കുകയാണ്. ഇഷിതയെ വിളിച്ചപ്പോൾ ഇഷിത കോളെടുത്തിട്ട് മഹേഷിച്ചു, അല്ല എന്ത് പറ്റിയോളൂ, തനിക്ക് എന്താ ഒരു മൂഡ് ഓഫ് എന്നൊക്കെ ചോദിക്കേ. ഒന്നുമില്ല മഹേഷ് എന്ന് പറയാ. എന്തോ കാര്യമുണ്ട്, എന്നോട് പറയാൻ പറ്റാത്ത വല്ല കാര്യമാണെന്ന് ചോദിക്കേ. അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, അതൊക്കെ മഹേഷിന് തോന്നാന്ന് പറയാം. പക്ഷെ ആ ശബ്ദത്തിനുള്ളിലെ പതർച്ച മഹേഷ് ശ്രദ്ധിച്ചു. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പോണം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് മഹേഷ് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുവാണ്. ഈ സമയത്ത് ഇഷിത വല്ലാത്തൊരവസ്ഥയിലാണ്. ഇഷിതയ്ക്ക് വീട്ടിലേക്ക് പോകാൻ പോലും തോന്നിയില്ല. കാരണം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖം കാണണം. അയാൾ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടും നടത്തില്ല. ഇതാരോടും തുറന്നു പറയാൻ പോലും പറ്റില്ല. തൻ്റെ വീട്ടിൽ പറയാൻ പറ്റില്ല. മഹേഷിനോട് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു പക്ഷേങ്കിൽ മഹേഷ് വിശ്വസിക്കോ ഇല്ലയോ എന്നൊരു ചിന്തയൊക്കെ ഇഷിതയുടെ മനസ്സിലേക്ക് വരുമോ? വിശ്വസിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. താനൊരിക്കലും അങ്ങനെ പോകുന്നൊരു പെണ്ണല്ലെന്നുള്ള കാര്യം മഹേഷിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേങ്കിൽ അതിനേക്കാൾ ഉപരി ഇഷിതേനെ ടെൻഷൻ അടിപ്പിച്ചൊരു കാര്യം, അയാൾ അത്രയ്ക്ക് വൃത്തികെട്ടവനാണ്. ആ മയൂരി എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ പോവാണ്. അയാൾ എത്ര പെൺകുട്ടികളെ എങ്ങനെ ചതിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയില്ലാതെ മഞ്ജുമേച്ചി അയാളോടൊപ്പം ജീവിക്കുന്നത്. അയാൾ പറയുന്ന കള്ളക്കഥകളൊക്കെ വിശ്വസിച്ച് മഞ്ജുമേച്ചി ചെന്ന് ചാടിയിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയിലാണ്. അയാൾ 10-40 ലക്ഷം രൂപ വാങ്ങിച്ചു. അതൊരു പക്ഷേ ഇതിനു വേണ്ടിയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഓരോ ഫ്രോഡ് തരങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. അതൊന്നും പക്ഷെ തനിക്കോ മഹേഷിനോ അറിയില്ലായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ ഇഷിതയ്ക്ക് ആരോട് പറയണമെന്നറിയില്ല. ആശ്രയിച്ചോട് പറഞ്ഞാലോ? വേണ്ട, പാവം അതിനെയും കൂടി എന്തിനാ ടെൻഷൻ എടുപ്പിക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടെൻഷനാവും. വെറുതെ എന്തിനാ ഇങ്ങനെ അതിൻ്റെ മനസ്സോടെ വേദനിപ്പിക്കുന്നത് കരുതി. പക്ഷെ ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ ഇഷിതയ്ക്ക്. അയാൾ ഇത്ര വലിയൊരു ഫ്രോഡാണെങ്കിൽ അയാൾ അവിടെ നിൽക്കുന്നതിന് ആപത്താണ്. തനിക്കും തൻ്റെ മോൾക്കും വരെ ആപത്താണ്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. എങ്ങനെയെങ്കിലും അയാളെ അവിടെ നിന്ന് പുറത്താക്കണം. അയാളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാവും. പക്ഷെ മഞ്ജുമേച്ചിയുടെ ജീവിതം അതാണ് പോകുന്നത്. മയൂരോട് പറഞ്ഞ് കേസ് കൊടുപ്പിക്കാം. അങ്ങനെ അയാൾക്കെതിരെ മൊഴികളും കാര്യങ്ങളും ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾ ഫ്രോഡാണെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല. മയൂരിനെ വരെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയുടെ ഉള്ള സമാധാനം പോവുകയാണ്. ആ സമയം കൈലാസ് ഭയങ്കര സന്തോഷത്തിലാണ്. വൈകുന്നേരം സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. കൊള്ളാം, ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവളുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇന്നെല്ലാവരും സിനിമയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ആ സമയത്ത് ഇങ്ങോട്ടേക്ക് കയറി വരണം. അവൾ എന്താണല്ലോ രാത്രി സമയത്ത് ഇങ്ങോട്ടേക്ക് വരും. വരുന്ന സമയത്ത് അവളെ കൈകാര്യം ചെയ്യാം. ഈ കൈലാസ് ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉറപ്പായിട്ട് നേടിയിരിക്കും എന്നൊക്കെ മനസ്സിൽ പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂട്ടി സിനിമയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് ചിപ്പിമോള് ചോദിച്ചു, അല്ല അമ്മയെ കൊണ്ടുപോകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞേ, നിന്റെ അമ്മേനെ ഇപ്പൊ കൊണ്ടുപോകുന്നില്ലെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ, അമ്മ ഡ്യൂട്ടിക്ക് പോയേക്കല്ലേ, അമ്മ പിന്നെ വരാൻ ലേറ്റ് ആകുമല്ലേ, അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകണമെന്ന് പറയണം. ഇത് കേട്ടെന്ന് ചിപ്പിമോള് പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യാം, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളാൻ പറയണം. അതെന്താ? അമ്മയില്ലാതെ ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോള് പറഞ്ഞു, ഞാനേ അപ്പുറത്ത് പോയിരുന്നോളാന്ന് പറയണം. അമ്മമ്മയുടെ അടുത്ത് പോയിരുന്നോളാന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇത് കേട്ടതും കൈലാസ് പറഞ്ഞു, അല്ല മോളെ നീ വാന്ന് പറയണം. വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറയണം. അന്നെങ്കിൽ വേണ്ട, അവൾ അവിടെ ഇരിക്കട്ടെ എന്ന് മഞ്ജിമ പറയണം. അവളവിടെ ഇരുന്നോളും. കൈലാസാട്ടൻ വാ നമുക്ക് പോകാന്ന് പറയണം. അങ്ങനെ സ്വപ്നവലിയെ എല്ലാവരെയും കൂട്ടിക്കൂട്ട് തിയേറ്ററിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ തിയേറ്ററിൽ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സീറ്റെല്ലാം ബുക്ക് ചെയ്ത് ഓക്കെ കഴിഞ്ഞ ശേഷം കൈലാസ് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയും. എന്താ? എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു പറയും. ഫോൺ കോളോ? അതെ, അത്യാവശ്യമായിട്ടൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണാം, ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും മഞ്ജുമയ്ക്കോ
സ്വപ്നവലിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ചിപ്പിമോള് മാഷിന്റെ പ്രിയാമണിന്റെ അടുത്തായിരുന്നു. പിന്നീട് ചിപ്പിമോളോട് അവർ ഓരോ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ചിപ്പിമോള് പറഞ്ഞു, അതെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയാം. അതെന്ത് പറ്റി സങ്കടം? അതെന്താണെന്നറിയത്തില്ല, ഡാഡി ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടത് മാഷ് പറഞ്ഞു, ചിലപ്പോൾ അതായിരിക്കും. ഇഷുവിനെ രാവിലെ എന്നും ഇഷു ഇങ്ങോട്ട് വരുന്ന, ഇന്ന് ഇഷു വന്നിട്ടും കൂടി ഇല്ലാന്ന് പറയണ. പ്രിയാമണി പറഞ്ഞു, വിഷമം കാണണമായിരിക്കും വരാത്തെ, അതുകൊണ്ടൊന്നും ആയിരുന്നില്ല ഇഷിത പോവാതിരുന്നേ. അച്ഛൻ്റെ അമ്മയുടെ മുന്നിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ താൻ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു പോകും. അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും. അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും വെറുതെ ഇരിക്കില്ല. മഞ്ജുമേച്ചിയുടെ ജീവിതം വരെ താർന്നു പോകും. കുടുംബത്തിന് അത് വലിയൊരു ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. അതിനുമുമ്പ് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർക്കണം. ആ ഒരു ചിന്ത ഇഷിതയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ചിപ്പിമോൾ അവരുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് കൈലാസ് എന്ത് ചെയ്യുവാണ്? കൈലാസ് വീട്ടിലേക്ക് പോകുന്നു. തിയേറ്ററിൽ നേരെ വീട്ടിലേക്ക് പോരുവാണ്. അവൾ വന്ന് അവളെ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ ഇഷിത വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ ആരെയും കണ്ടില്ല. ഇവരിവിടെ ഉള്ളവർക്ക് ഇത് എവിടെ പോയി എന്നൊരു ചിന്തയുണ്ട്. കൈലാസിനെ കണ്ടില്ല, സമാധാനമായി. അയാളില്ലല്ലോ അവിടെ. അപ്പൊ എല്ലാരും കൂടെ എവിടെയായിരിക്കും പോയതായിരിക്കും എന്ന് വിചാരിക്കുവാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ സമയത്ത് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു. ചിപ്പിമോളെ കണ്ടത് ഇഷിത ചോദിച്ചു, അല്ല ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യാന്ന് ചോദിക്കണം. അതോ അവരൊക്കെ സിനിമ കാണാൻ പോയെന്ന് പറയണേ. സിനിമ കാണാനോ? മോൾ എന്നിട്ട് പോയില്ലെന്ന് ചോദിക്കാം. എനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു, അമ്മയും ഡാഡി ഇല്ലാതെ ഞാനെങ്ങും പോകുന്നില്ല എന്ന് പറയാം. നമുക്ക് ഒരുമിച്ച് പോയാൽ മതി എന്ന് പറയാണ്. അതിനുശേഷം പറഞ്ഞു, അതെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോന്ന് ചോദിക്കുക. എങ്ങോട്ട്? അത് ഞാനേ അമ്മമ്മയുടെ അടുത്തായിരുന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാം. ഒന്നൊരു കഞ്ച് മോൾ അങ്ങോട്ടേക്ക് ചെല്ല, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാനും അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയണം. അങ്ങനെ ചിപ്പിമോൾ അങ്ങോട്ടേക്ക് പോയി. ഈ സമയം ഇഷിത ഡ്രസ്സ് മാറ്റാനായിട്ട് കയറി. അപ്പോഴേക്കുമാണ് കൈലാസിന്റെ വരവ്. കൈലാസം ഒന്ന് നോക്കിയപ്പോഴത്തേനും ഇഷിത മുറിയിലുണ്ട്. ഇഷിത ഡ്രസ്സ് മാറ്റാനായിട്ട് തുടങ്ങണം. അപ്പൊ ആരും ഇല്ലല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, കഥകൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല ഇഷിത. അവരൊക്കെ സിനിമയ്ക്ക് പോയതല്ലേ. ആ സമയത്ത് കൈലാസം കൂടെ മുറിയിലേക്ക് കഥവും തുറന്ന് കയറി വരുവാണ്. ഇഷിതയുടെ തോളത്ത് അങ്ങോട്ട് കൈവച്ചും ഇഷിത ഞെട്ടിത്തിരിച്ചു നോക്കി. കൈലാസിനെ കണ്ട എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ഞെട്ടലായി പോയി ഇഷിതയ്ക്ക്. ഇഷിത പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ മുറിയിലേക്ക് കയറിയെന്ന് ചോദിക്കാം. എടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് വരെ കൈ അടക്കിയിട്ടുള്ളൂ. മര്യാദയ്ക്ക് എനിക്ക് വഴങ്ങുന്നതാ നല്ലതെന്ന് പറയാം. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ഇറങ്ങിപ്പോവാൻ പറയണം. ഇറങ്ങിപ്പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. ഇഷിത പെട്ടെന്ന് അയാളെ പിടിച്ച് തള്ളാൻ തുടങ്ങി. പക്ഷെ അയാൾ അത്ര അജാനുമോഹമല്ലേ, അയാൾ മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അയാൾക്കറിയാം ഇവള് പ്രതിരോധിക്കും എന്നുള്ള കാര്യം. ഇഷിത പെട്ടെന്ന് അയാൾ ഇഷിതയുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. ഇഷിത വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല. ഇഷിത പറഞ്ഞു, മര്യാദയ്ക്ക് പൊയ്ക്കോളാൻ പറയണം. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കയ്യെ പിടിച്ച് ബലമായിട്ട് തന്നിലേക്ക് അങ്ങ് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇഷിത അങ്ങോട്ട് തള്ളി മാറ്റി. അയാളെ തള്ളി മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പോയി തലയടിച്ച് വീഴാനായിട്ട് തുടങ്ങണം. ആ സമയം എടി നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിങ്ങോട്ട് വന്നിട്ട് ഇഷിതയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ബലമായിട്ട് അങ്ങോട്ട് ബെഡിലേക്ക് തള്ളിയിടാൻ തുടങ്ങി. ആ സമയത്ത് ഇഷിത എന്ത് ചെയ്യുവാണ്, നിലതെറ്റി താഴേക്ക് എടുത്തടിച്ച് വീഴുവാണ്. പെട്ടെന്ന് ഇഷിതയ്ക്ക് സമ്മതമായിട്ടെന്നപോലെ തോന്നി. ഇഷിതയ്ക്ക് മനസ്സിലായി താൻ ഇയാൾക്ക് കീഴടങ്ങേണ്ടി വരുമെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായപ്പോൾ ഇഷിതയ്ക്ക്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ മതിയാവുള്ളൂ. ഇഷിത പറഞ്ഞു, മര്യാദയ്ക്ക് പോലെ ഞാനവിടെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കുമെന്ന് പറയാം. എന്നാ നീ ഒന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുന്ന സമയത്ത് ഇഷിതേനെ വീണ്ടും പിടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ചിപ്പിമോളുടെ ശബ്ദം കേട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് കഥയെ വന്ന് മുട്ടുന്നത്. ഇഷിതയ്ക്ക് പകുതി സമാധാനമായി. തീമ രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്ത, കുഞ്ഞു വന്നല്ലോ, ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ ചിപ്പിമോളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം, കൈലാസ് പതുക്കെ മാറി. കൈലാസിന് മനസ്സിലായി ഇനിയിപ്പോൾ അപകടമാണ്. ചിപ്പിമോളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതാ പ്രശ്നമാകും എന്നുള്ള കാര്യം. ചിപ്പിമോളെ വിളിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് മാറുന്ന സമയത്ത് കൈലാസ് പെട്ടെന്ന് കഥ തുറന്ന് പുറത്തിറങ്ങി അവിടുന്ന് പോവാണ്. ഇഷിത ഒരു വിധത്തിൽ പതുക്കെ എഴുന്നേറ്റ് കട്ടിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ്. അപ്പോഴേക്കും ചിപ്പിമോള് കയറി വന്നു. ചിപ്പിമോള് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ അമ്മേ ഈ മുറിയൊക്കെ എന്താ ഇങ്ങനെ കിടക്കണമെന്ന് ചോദിക്കാം. ഇഷിതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. വല്ലാത്തൊരു മാനസികാവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു ഇഷിത. ആ സമയം കൈലാസ് എന്ത് ചെയ്യുവാണ്, കൈലാസ് ഓടി പുറത്തിറങ്ങി നേരെ തിയേറ്ററിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ തിയേറ്ററിലേക്ക് ചെന്നപ്പോൾ സിനിമയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. സിനിമ തീർന്നിട്ട് അവരിറങ്ങി വരുമായിരുന്നു. അങ്ങനെ മഞ്ജുമ വന്നിട്ട് ചോദിച്ചു, കൈലാസാണ് ഇത് ഇതിലാ പോയെന്ന് ചോദിക്കുക. എന്താ മോളെ, സിനിമയും ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നോക്കിയിരിക്കുമായിരുന്നു. കൈലാസേനെ കണ്ടില്ല. സിനിമ കഴിഞ്ഞിട്ടും കൈലാസേനെ കണ്ടില്ലോ എന്ന് പറയാം. അത് പിന്നെ ഓരോ വള്ളിക്കെട്ട് കേസുകളൊക്കെ വന്നു മോളെ, അതിന്റെ പുറകെ പോയതായിരുന്നു. സിനിമ കാണാനായിട്ട് പറ്റിയില്ലെന്ന് പറയണം. ആണോ, എന്നാൽ കുഴപ്പമില്ല, ബാ പോകാന്ന് പറയണം. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഇഷിത വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല. ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം ചിപ്പിമോൾ ഉള്ളതുകൊണ്ട് താൻ ഇപ്പം രക്ഷപ്പെട്ടു. പക്ഷേങ്കിൽ പിന്നീട് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹേഷ് ആ സമയത്ത് തന്നെ എത്തുവാണ്. കാരണം മഹേഷിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇഷിതയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് മഹേഷ് വരിക. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മഹേഷ് വന്നു കഴിയുമ്പോഴത്തേനും ഇഷിത ആ കാര്യങ്ങളൊക്കെ പറയുമെന്ന് അറിയത്തില്ല മഹേഷിനോട്.
എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.